നിശബ്ദതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ മകളേ. അവൾ അങ്ങോട്ട് പോയില്ല. അതിനു മുമ്പ് തുടങ്ങി പരദൂഷണം പറിച്ചില്. അജയേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ പൊന്നു പോലെ നോക്കും. ഇപ്പോഴത്തെ സ്വഭാവമല്ലേ, അത് മാറാൻ വലിയ താമസമൊന്നുമില്ലല്ലോ. എന്ത് കഷ്ടാ ദേവികെ, എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. അവളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും വരരുതെന്നേ ഉള്ളൂ എനിക്ക്. ഒരാളെ പ്രേമിക്കുക, മറ്റൊരാളെ കല്യാണം കഴിക്കുക, എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കുമാവൂ. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ അയ്യോ, എനിക്കത് ആലോചിക്കാനേ വയ്യ. രമ്യേ, നീ വിചാരിക്കും പോലെ അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ഞങ്ങൾ ഈ പറയുന്നത്. വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് അവൾ ഓരോന്നിൽ എടുത്തു ചാടിയതിന്റെ ഫലമല്ലേ. ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. വെറുതെ അതൊക്കെ കുത്തിച്ചേക്കാതെ അവൾക്ക് നല്ലത് പറഞ്ഞത് പ്രാർത്ഥിച്ചൂടെ നിങ്ങക്ക്? ഒരെണ്ണം നോക്കി കാണത്തില്ല. ഇതാരെടുത്ത് ഇവിടെ വെച്ചത്? എന്താ കുറിപ്പിച്ചത്? അപ്പോഴേക്ക് ഇവിടെ ഒരു സ്ഥാനമില്ലേ? എന്തു പറ്റി? മുറി കിടക്കുന്ന കണ്ടില്ലേ? ഒരെണ്ണം വെച്ചെടുത്തില്ല. അപ്പോട്ട് ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് ആരും ഇതൊക്കെ എടുത്ത് മാറ്റിയേ. സുധാമയില്ലാത്തന്റെ കുഴപ്പം ഇതല്ല. മോളെ അപ്പൂട്ടി, ഈ കുസൃതിയും ദേഷ്യമൊക്കെ കുറുപ്പച്ചനിഷ്ടമാ. പക്ഷേ നീ ചെന്ന് കയറുന്നത് ഭാഗ്യത്തിന്റെ അടുത്തേക്കാ. അത് ഞാൻ മറന്നുപോയി കുറുപ്പച്ച. ഞാനിനി ആ വീട്ടിൽ കഴിയേണ്ടവളല്ലേ. എന്നിൽ നിന്ന് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അപർണയുടെ പുതിയൊരു മുഖം കുറുപ്പച്ചൻ കാണും. എന്ന് വെച്ചാൽ മിണ്ടാതെ മിറങ്ങാതെ ഇരിക്കുന്ന ഒരു അപർണയാണോ? അത് വേണ്ട മോളെ. ഞങ്ങളുടെ പട്ടാള ക്യാമ്പിൽ യുദ്ധമില്ലാത്ത സമയത്ത് ഒരിക്കലും ജവാന്മാരെ അലസരായിരിക്കാൻ അനുവദിക്കില്ല. റോഡെല്ലാം ക്ലീൻ ചെയ്യിക്കും, ക്രോസ് കൺട്രി ഓടിക്കും, പിന്നെ ചുണാമട്ടി അടുപ്പിക്കും. എന്തിനാ എപ്പോഴും അവരെ കർമ്മനിരതരാക്കാൻ. അതുപോലെ എന്റെ അപ്പൂട്ടിയും എപ്പോഴും പ്രസരിപ്പോടിരിക്കണം. എന്റെ മോൾക്ക് ചേരുന്നത് ആ മുഖമാ. ശ്രമിക്കാം കുറുപ്പച്ച. പിന്നെ ചുറ്റുപാടുകളല്ലേ നമ്മൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത്. വിധിയെ തടയാൻ ആർക്കെങ്കിലും ആവോ? എല്ലാ വിധിയും നമ്മൾക്ക് അനുകൂലമായിരിക്കുമെന്ന് വിശ്വസിക്കണം മോളെ. A positive thinking. Okay. അമ്മ കേട്ടില്ലേ? ഞാൻ പോസിറ്റീവായി ചിന്തിക്കണമെന്ന്. എങ്ങനെയമ്മേ?
കുറുപ്പച്ച, കുറുപ്പച്ച. പോയിട്ട് എന്തായടോ കല്ലേലി? ഈ ചിങ്ങത്തില് കൃഷി ഇറക്കുന്നില്ലേന്ന് അവര് ചോദിച്ചു. ഓ, ജോലിക്കാരെയൊക്കെ കിട്ടാൻ ഇപ്പൊ പാടല്ലേടോ. വിളയിറക്കിയാൽ കൊയ്യാൻ ആളില്ല, കൊയ്താലോ വിളയിറക്കാനും ആളില്ല. മെനക്കേടാ. കൃഷിയില്ലേ പിന്നെ ഈ കല്ലേലി എന്തിനാ? കൃഷിയില്ലെങ്കിലും താനിവിടെ ഉണ്ടാവണം. ഇനി അജയനല്ലടോ ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. അവന് തന്റെ സഹായം എപ്പോഴും വേണ്ടിവരും. വയസ്സുകാലത്ത് ഞാനിനി എന്തിനാ ഇതൊക്കെ നോക്കി നടത്തുന്നേ? ചുമതലകൾ ഓരോന്നായി അങ്ങോട്ട് ഏൽപ്പിക്കുക, പിന്നെ അവരായി അവരുടെ പാടായി. അത് നേരാ. പക്ഷേ എനിക്കെന്തോ ഒരു സംശയം പോലെ. ഇപ്പൊ എന്താ ഒരു സംശയം? നമ്മുടെ അപ്പൂട്ടിക്ക് എന്തോ ഒരു പന്തികേടുള്ളത് പോലെ. എന്താ കുറുപ്പച്ച അങ്ങനെ? അറിയില്ലടോ, ഒരുപക്ഷെ എനിക്ക് തോന്നിയതാവാനും മതി. കൂട്ടുകാരെയൊക്കെ പിരിഞ്ഞു വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ആവത്തുള്ളൂ കുറുപ്പച്ച. താനിത് അപ്പുറത്തേക്ക് കൊണ്ടുവെക്ക. നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മാളവികയുടെ കാര്യം എടുത്താൽ തന്നെ ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെ അനുഭവിച്ചു, ഏതെല്ലാം സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചു, പിന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നു, അങ്ങനെ എന്തൊക്കെ. ഈ പരിചയങ്ങള്, ബന്ധങ്ങള്, അച്ഛൻ അമ്മ എന്ന കെട്ടുപാടുകൾ, സ്നേഹം, ഇവയൊക്കെ ഈ ജന്മത്തിലേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ മറ്റെവിടെയോ മറ്റാരുടെയൊക്കെയോ ബന്ധുക്കളായി. ഈ ജന്മത്തിലെ കാര്യമൊന്നും അപ്പൊ നമ്മൾ ഓർക്കാറില്ല. ഈ ജന്മം തീരുന്നതിന് മുമ്പ് അറ്റുപോകുന്ന ബന്ധങ്ങളുണ്ട്. മാളവികയുടെ ബന്ധുക്കളെ പറ്റിയല്ലേ? അതങ്ങനെ അറ്റുപോയെന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഒരിക്കൽ പോലും അച്ഛൻ എന്നെ തേടി ജയിലിൽ വന്നിട്ടില്ല. അഭിമാനിയായ ഒരു അച്ഛന്റെ വേദന കൊണ്ടാണെന്ന് കരുതിയാ പോരെ? എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഫലം അത് അറ്റുപോയിന്ന് തന്നെയല്ലേ? അങ്ങനെ തീർത്തും വിശ്വസിക്കുന്നതിന് മുമ്പ് ആ മനസ്സറിയുന്നത് നല്ലതല്ലേ? ഇനി എന്തറിയാനാ? നേരിട്ട് പോണ്ട, ഞാനൊന്ന് പോയി. വേണ്ട. ആ പകയും വെറുപ്പും മറ്റൊരാളോട് ഏറ്റുവാങ്ങുന്ന എന്തിന്? എന്നെ രക്ഷിക്കാൻ വന്ന് വെറുതെ ആ മനസ്സോട് ചീത്തയാക്കണ്ട. അത് സാരമില്ല. എന്റെ മനസ്സിത്തിരി ചീത്തയായാലും മാളവികയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടായാൽ നല്ലതല്ലേ? നിങ്ങളെക്കാൾ എന്റെ അച്ഛനെ എനിക്കല്ലേ അറിയൂ. അതുകൊണ്ട് പോണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. അങ്ങയെ വിഷമിപ്പിക്കാനോ കുടുംബകാര്യങ്ങൾ അറിയാനോ അല്ല മാളവികയെ പറ്റി ചോദിച്ചത്. മറക്കാൻ ശ്രമിക്കണതൊക്കെ വീണ്ടും വീണ്ടും ഓർക്കേണ്ടി വരണ അവസ്ഥ. എത്രയോ കാലായിട്ട് എന്നെ വീർപ്പ് മുട്ടിക്കണതാ അത്. സ്വയം അടക്കമല്ലാണ്ട് ഒരാളോടും ഞാനത് പറഞ്ഞിട്ടില്ല. കുറുപ്പിനോട് പോലും. ആർക്കും അത് ചോദിക്കാൻ അവസരം കൊടുത്തിട്ടുമില്ല. ഉത്രാടം നാളിലെ പൊന്നോമനയായിട്ട് അവിടെ ഇല്ലത്ത് പിറന്നു വീണപ്പോ ഉത്സവമായിരുന്നു ഞങ്ങൾക്ക്. മഹാലക്ഷ്മി എന്ന് ചെവിയിൽ മന്ത്രിച്ച് മാളവികാന്ന് പേരുവിട്ട് അവളുടെ ഓരോ ചിരിയൊച്ചയ്ക്കും കാതോർത്ത് ആഹ്ലാദത്തോടെ ഒപ്പുവരുന്ന ദിനങ്ങൾ. ഇല്ലത്തിന്റെ അകത്തളങ്ങളിൽ പാദസരങ്ങൾ കിലുക്കിയും കുഞ്ഞു പല്ലുകൾ കാട്ടിയും അവൾ ഓടി നടന്നപ്പോ ഞങ്ങൾ അനുഭവിച്ച സുഖം
വളർച്ചയുടെ ഓരോ പടവുകളിലും ഞങ്ങളുടെ മനസ്സ് അവൾക്കൊപ്പായിരുന്നു. പിന്നെ ഇട്ട മുടിയും പുസ്തക സഞ്ചിയുമായിട്ട് അവൾ ഇറങ്ങുമ്പോ തൂക്കുപാത്രത്തിൽ സ്നേഹവും നിറച്ച് പിന്നാലെ ഓടി എന്റെ സുഭദ്ര ഒരന്യജാതിക്കാരന്റെ കൂടെ ഓടിപ്പോയി എന്നറിഞ്ഞ് ചങ്ക് പൊട്ടി തളർന്ന് വീണു പോയതാ. മോൾക്ക് കൊടുക്കണ സ്നേഹം പങ്കിട്ട് പോണ്ടെന്ന് കരുതിയിട്ട് അവള് മാത്രം മതിയെന്ന് തീരുമാനിച്ചോരാ ഞങ്ങള്. പഠിക്കാൻ ഇറങ്ങണ അവളുടെ മനസ്സിൽ കാപട്യം നിറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. പുറപ്പെട്ടു പോയ അന്നുപോലും എത്ര നീചായിട്ട് ഞങ്ങളെ വഞ്ചിച്ചിട്ടാണെന്നോ അവള് പോയത്. എന്റെ സുഭദ്രയെ കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കിച്ച് അതിലും മധുരായ ഓരോ ഉമ്മയും തന്ന് വേണ്ട, എനിക്കങ്ങനൊരു മോള് വേണ്ട, എവിടെയാന്ന് വെച്ചാ പൊക്കോട്ടെ. പക്ഷേ ഈശ്വരൻ എന്നോടൊരു കരുണ കാട്ടി. സ്വന്തം കുഞ്ഞല്ലെങ്കിലും എന്നെ അച്ഛാന്ന് വിളിക്കാനൊരു മോളെ തന്നു. പാർവതി. എല്ലാം തന്നോട് തുറന്നു പറഞ്ഞപ്പോ പെയ്തൊഴിഞ്ഞ ആകാശം പോലെയായി മനസ്സ്. വിവാഹത്തിന് ക്ഷണിക്കാൻ കൂടിയാ ഞാൻ വന്നത്. വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും ആ കുടുംബത്തിന്റെ മേലുണ്ടായിരിക്കൂടോ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. ഞാൻ അന്നേ പറഞ്ഞതാ ഇതിനെന്റെ ജീവനെക്കാളും വിലയുണ്ടെന്ന്. ഇത്രയും നല്ലൊരു ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ട് അന്ന് അവളെ കിളി പോലെ റാഞ്ചിക്കൊണ്ട് വരാമായിരുന്നില്ല ഇതെനിക്ക്. കേട്ടില്ലടാ, നിന്നെയൊക്കെ വിശ്വസിച്ചാ എനിക്ക് പറ്റിയ തെറ്റ്. ബാൽ നിന്ന് വരെ ഏറ്റെടുത്ത ഒരു ജോലിയും പൂർത്തിയാക്കാതെ ഒരാളിന് മുമ്പിലും തല കുണിച്ചു നിന്നിട്ടില്ല. നിന്നെയൊക്കെ തിരിച്ചും കുടിപ്പിച്ചും കൂടെ കൊണ്ടുവരുന്നോണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നിർത്ത്. നിങ്ങൾ ഇങ്ങനെ വാചകം അടിച്ചു നിന്നുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? പ്ലാനിംഗ് ഒന്ന് പിഴച്ചു. അതുകൊണ്ട് നഷ്ടമായ അവസരത്തിന്റെ വലിപ്പം എനിക്കറിയാം. പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അന്ന് ഏൽപ്പിച്ച തുക അതുപോലുണ്ട്. കൊണ്ടുപോടോ. എനിക്ക് വേണ്ടത് പണമല്ല, അവളെ, എന്റെ കിരണിന്റെ ജീവനെടുത്തവളെ. കൂടെപ്പിറപ്പ് നഷ്ടപ്പെട്ടവന്റെ പിടച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ പിടച്ചിൽ അവസാനിക്കണമെങ്കിൽ അവളെ എന്റെ മുന്നിൽ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പണം തന്നത്. അഡ്വാൻസ് തിരികെ കൊടുക്കുന്നതല്ല, കൈപ്പറ്റിയ പണത്തിന് അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നതാ. അതോ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഭയന്നുപോയി. ഞാനോ? എന്താ നിങ്ങൾ ബാലിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? എന്ത് മനസ്സിലാക്കണം? ഇതുവരെ കൂലിക്കാളെ വെച്ച് പ്രതികാരം ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഈ ഒരു ഡീല് കഴിയുമ്പോ ഞാൻ എന്ത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഭീരുവെന്നോ അതോ ഇനി ഒലത്തി ഭീരുവോ? ബാലന്റെ ആത്മാഭിമാനത്തിൽ നിങ്ങൾ കൈവച്ചിരിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം എന്താണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തും. ആ പെണ്ണിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തും ഞാൻ. അതിന് ഈ ബാലൻ അഴിയെണ്ണീട്ട് വന്നാലും ശരി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നീ എന്തുകൊണ്ടുവന്നാലും അമ്മയ്ക്ക് ഇഷ്ടമല്ലേ മോനെ? പക്ഷെ ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? കമ്പനിയിൽ കുറച്ച് കാശ് അഡ്വാൻസ് ചോദിച്ചു, അവര് തന്നു. നല്ല ജോലിയൊക്കെ തന്നെയാണോ മോനെ? ജോലിയെ കുറിച്ചൊക്കെ നീ അമ്മയോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നല്ല ജോലിയാണമ്മേ. അവിടുത്തെ MDക്ക് എന്നെന്ത് ഇഷ്ടാന്നറിയോ? അമ്മേ, വല്യമ്മയ്ക്കും ബാലേട്ടനുള്ളത് അമ്മ തന്നെ അങ്ങ് കൊടുത്തേക്ക്. അതെന്തിനാ? നീ തന്നെ അങ്ങ് കൊടുത്താ പോരെ? അതല്ലേ അവർക്കൊരു സന്തോഷം. അത് ശരിയാവില്ല അമ്മേ. വല്യമ്മ എന്തെങ്കിലും പറഞ്ഞാ എനിക്കത് വിഷമാവും. ജാനകിച്ചിട്ട് സ്വഭാവം നിനക്കറിയാവുന്നല്ലേ?
പിന്നെ ഞാനിന്ന് ടൗണിൽ വെച്ച് രമ്യയെ കണ്ടിരുന്നു. അപർണയുടെ കൂട്ടുകാരിയാ. അപർണയുടെ കാര്യം പറയുമ്പോ അമ്മയുടെ മുഖം എന്തിനാ എങ്ങനെ പാടുന്നത്? ഇനി ഞാൻ പറയാൻ പോകുന്നത് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യ. നമ്മുടെ അപർണയുടെ കല്യാണം. നേരോ? വരനാരാന്നറിയോ? അജയേട്ടൻ. അതെയോ? എന്റെ ദൈവമേ, എന്റെ അമ്മ ഇത്രയും സന്തോഷിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ശരിയാ മോനെ, മനസ്സിൽ നിന്ന് എല്ലാ ഭാരവും ഇറങ്ങിയതുപോലെ എന്റെ അപ്പൂട്ടിയുടെ മനസ്സിൽ നല്ലത് തോന്നിച്ചല്ലോ എന്റെ ഒരു പുറത്തമ്മേ. ഇങ്ങനെ ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാ ഈശ്വരനുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നത്. കുറെ തല്ലിന് ശേഷം കിട്ടുന്ന ഒരു തലോടൽ, അത് വല്ലാത്തൊരാശ്വാസമാണ് മോനെ. ചിലപ്പോൾ നമ്മൾ ജീവിതത്തെ വല്ലാതെ വെറുത്തുപോകും. ഒരു ദുരന്തം നമ്മളിലേക്ക് വരുന്നു എന്ന അറിവോടെ ജീവിക്കുമ്പോഴാണത്. മറ്റു ചിലപ്പോ അതുപോലെ നമ്മൾ ജീവിതത്തെ സ്നേഹിച്ചെന്നിരിക്കും. ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി വലിയ വലിയ വേദനകളെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മറക്കുക. അപ്പൂട്ടിയുടെ ജീവിതം വീണ്ടും നിന്നിലേക്ക് വിധി എത്തിച്ചു തന്നല്ലോ മോനെ. അത് അവളുടെ ഭാഗ്യമാണ്. തളിരുകളുണ്ടു മതിക്കും വാസന്തങ്ങൾ